ഹായ് മക്കളെ, ന്യൂട്ടൻസിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ നൈസാറാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. പ്ലസ് ടുവിൽ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ. ആരൊക്കെയാണ്? ഒന്ന് കണ്ടിന്യൂറ്റിയുടെ ഒരു ചാപ്റ്ററും പോർഷനും, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഇതും. അപ്പോൾ നമുക്ക് ആദ്യം എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? കണ്ടിന്യൂറ്റിയുടെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം എന്താണ് ഈ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. പകരം ഞാൻ ഇങ്ങനെ വരച്ചു. ഈ ഫംഗ്ഷൻ എന്താണ്? ബ്രേക്ക് ചെയ്താൽ പോവാ. അപ്പോൾ ഇതെന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ ഇതെങ്ങനെ എഴുതണം എന്നറിയോ? ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഒരു ലൈൻ എടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു 5 ഉണ്ടെന്ന് വിചാരിക്കാം. എന്താണ് 5 എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 5 ഉണ്ട്. 5ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടോ? അപ്പോൾ ഈ 5ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 5+ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 5- എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5ലേക്ക് വരുന്നു, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5ലേക്ക് വരുന്നു. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാവണം? ഒന്ന്, ഈ 5 എന്ന് പറയുന്ന ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താണോ അത് തന്നെ ആവണം നമുക്ക് കിട്ടേണ്ട വാല്യൂ. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 5. എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 5. നമുക്ക് ഇവിടുത്തെ കേസിൽ 5+ എടുക്കാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5ലേക്ക് വരുന്നു. ആ ഒരു ഫംഗ്ഷനെ ഞാൻ തൽക്കാലം f(x) എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് എന്തിന് ഈക്വലൻ്റ് ആവണം? ലിമിറ്റ് x ടെൻസ് ടു 5 - f(x). അതായത് എന്താവണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5ലേക്ക് വരുന്ന ഫംഗ്ഷനും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5ലേക്ക് വരുന്ന ഫംഗ്ഷനും എന്താവണം? നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു x² എടുക്കുകയാണ്, ഇവിടെ 2x എടുക്കുകയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു നോക്കേണ്ടത് എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 5+ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 5ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വരുന്ന ആരാ? ഏതാണ്? അതായത് 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ അത് ഏതായിരിക്കും? 2x ആണ് നമ്മളുടെ ഫംഗ്ഷൻ. ഞാൻ 2x ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ 2x അല്ലേ? അപ്പോൾ 2 × x പകരം നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുക? നമ്മുടെ വാല്യൂസ് ചെയ്താൽ 5+ ആയിക്കോട്ടെ 5- ആയിക്കോട്ടെ, നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. ഇപ്പോൾ 2+ ആവാം 2- ആവാം, നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. 3+ ആവാം 3- ആവാം, നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടണം എന്തായിരിക്കും? 10 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 5- എന്ന് പറഞ്ഞാൽ അതെന്താണ്? 5നേക്കാൾ കുറവുള്ള, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 5നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വരുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അതിലേതാണ് ഇവിടെ കിടക്കുന്നത്? x² ആണ്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ എക്സിന് ഏത് വാല്യൂവിന് ഇട്ട് കൊടുക്കണ്ടേ? 5+ ആയിക്കോട്ടെ 5- ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്ത് തന്നെയാ? 5 തന്നെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടണത് എന്താ? 5² ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്നാണ് കിട്ടിയത്. അപ്പോൾ മക്കൾ ഇവിടെ നോക്കിയേ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഇതല്ല. അപ്പോൾ നമുക്ക് എന്തല്ല? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. സിമ്പിളാണ്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. ഇട്ട് കൊടുക്കുമ്പോൾ ഈക്വൽ ആയിട്ട് അല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ അതൊരു നോൺ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്തു തുടങ്ങണം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പോളിനോമിയൽ ഫംഗ്ഷൻസ്, അതായത് 2x² + 1 x + 5 x - 3 വാട്ടെവർ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇവന്മാരെപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ആ ഒരു ഐഡിയ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അതോടൊപ്പം തന്നെ sin x എന്താണ്? കണ്ടിന്യൂസ് ആണ്. cos x കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വേണം കേട്ടോ. x² കണ്ടിന്യൂസ് ആണ്, x കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഐഡിയയിൽ വേണം. സോ നമ്മളിത് ചെയ്തു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഇതൊരു എക്സാമിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ f(x) is equal to 2x² - 1 at x is equal to 3. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 3ൽ ഇതൊരു കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ? f(x) എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് ഇവർ തന്നേക്കുന്നത്? 2x² - 1 ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന് പകരം ഇവിടെ ഏത് വാല്യൂ ആണ് തന്നേക്കുന്നത്? 3 ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് ഇട്ട് കൊടുക്കാലോ f(3) ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 3² - 1 എന്തായിരിക്കും കിട്ടുക? 2 × 3² എന്ന് പറഞ്ഞാൽ 9 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു
18 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 17 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇത് ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് അറിയണം എന്താണ് 3ന്റെ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിക്കോട്ടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിക്കോട്ടെ, ഇവിടെ അതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ അടിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ ബോധർ ചെയ്യില്ല. ഇങ്ങനെ ഒരു വാല്യൂ വെച്ചിട്ടാണ് തരണമെങ്കിൽ ആദ്യം എഫ് ഓഫ് എക്സ് എന്താണോ അതിന് ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സ് ഈക്വൽ ടു 3 എന്ന് തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ലിമിറ്റ് എടുക്കുമ്പോഴും എക്സ് ടെൻസ് ടു എന്ത് ചെയ്യുക, ആ സെയിം വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക, എഫ് ഓഫ് എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും വരാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എത്രയാണ് മക്കളെ, 2x² മൈനസ് 1. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, എക്സിന് പകരം നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുക്കുക, 3 തന്നെയായിരിക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 3² മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 × 3² എന്ന് പറഞ്ഞാൽ 9 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 18 മൈനസ് 1 17. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടി, ആൻസർ കിട്ടി. അപ്പൊ രണ്ടുപേരും സെയിം അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതണോടാ, therefore f of x is equal to limit x tends to 3 f of x. നമുക്ക് എന്താണ് കിട്ടിയത്, f of x എന്ന് പറയുന്നത് നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുത്തു, x tends to 3. അത് ഇട്ട് കൊടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി, സെയിം വാല്യൂ തന്നെ കിട്ടി. അപ്പൊ എന്ത് പറയാം, therefore it is കണ്ടിന്യൂസ്. ഒറ്റയടിക്ക് ഇങ്ങനെ വേണം എഴുതി നിർത്താൻ. അപ്പൊ ഇതേപോലെ പോളിനോമിയൽ ഫംഗ്ഷൻസ് വന്നാൽ സിമ്പിൾ ആയിട്ട് ഇത്രയും മാത്രം മക്കൾ ചെയ്താൽ മതി. ഫസ്റ്റ് എന്താണ് കിട്ടുന്നത്, അത് എഫ് ഓഫ് എക്സ് ആയിട്ട് അങ്ങ് ഇടുക. ദെൻ അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ആൻസർ രണ്ടും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കണോടാ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് പ്ലസ് 1 ആണ്, എക്സ് ലെസ് ദാൻ 1 എന്താണ്, x² മൈനസ് 1 ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ വാല്യൂ ഏതാണ്, 1 അല്ലേ. അപ്പൊ ഞാൻ 1 മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞ എന്താ, 1നേക്കാൾ വലുതാവുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഇവിടെ നമ്മളുടെ ഫംഗ്ഷൻ എത്രയാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, എക്സ് പ്ലസ് 1 ആണ്. ഇനി അവൾ അടുത്തത് പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ 1. അപ്പൊ എക്സ് 1നേക്കാൾ കുറയുമ്പോൾ, അതായത് ഈ ഒരു പോർഷനിൽ എത്രയാണ് അതിന്റെ വാല്യൂ, x² പ്ലസ് 1 ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഇവിടെ നമ്മുടെ വാല്യൂ 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+, അതായത് നമ്മൾ പറഞ്ഞു 1+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൈറ്റ് ഹാൻഡ് 1നേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ എന്താണോ ഫംഗ്ഷൻ അതായിരിക്കും വരാട്ടോ. ആ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആവണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - എഫ് ഓഫ് എക്സ് ആവണം. 1 - എന്ന് പറഞ്ഞാൽ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യുന്ന 1ലേക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യുന്ന വരുന്ന ആ ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഏതാണെന്ന് മക്കൾ നോക്കിയേ, ഇതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷൻ. അതേതാ, എക്സ് പ്ലസ് 1 ആണ്. ഇതാണ് എന്തെന്ന് പറയാ, എക്സ് ലെസ് ദാൻ 1, അതേതാ, x² പ്ലസ് 1. അപ്പൊ നമുക്ക് രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇത് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+ എഫ് ഓഫ് എക്സ് ആണ്. 1+ എന്ന് പറയുമ്പോൾ മക്കൾ എന്താ ആലോചിക്കുക, 1നേക്കാൾ വലുത് എന്താണോ ആ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+, ഇവിടെ 1നേക്കാൾ വലുത് ഏതാണ്, എക്സ് പ്ലസ് 1 ആണ്. നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സിന് ഏത് വാല്യൂവിന് ഇട്ട് കൊടുക്കുക, 1 തന്നെയാണ്, അതിൽ വേറെ ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. അപ്പോൾ 1 തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ട് കൊടുക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - എഫ് ഓഫ് എക്സ് ആണ്. 1 - എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കുറവുള്ള ആ ഒരു ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - എഫ് ഓഫ് എക്സ് എത്രയാണ്, ഇവിടെ 1നേക്കാൾ കുറവുള്ള സ്ഥലത്ത് ഇവിടെ എത്രയാണ് വരിക, x² പ്ലസ് 1. അഗെയിൻ എക്സിന് നമ്മൾ എന്ത് തന്നെ വാല്യൂ ഇട്ട് കൊടുക്കുക, 1+ ആയിക്കോട്ടെ 1 - ആയിക്കോട്ടെ 1 തന്നെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2+ ആണെങ്കിലും 2 - ആണെങ്കിലും 2 തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ 1 ആണ് വാല്യൂ. അപ്പോൾ 1² പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് തന്നെ വരും മക്കളെ, 1² എന്ന് പറഞ്ഞാൽ 1 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടിയടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - എഫ് ഓഫ് എക്സ് ആയില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. വെറുതെ കണ്ടിന്യൂസ് മാത്രമേ എഴുതരുത് കേട്ടോ. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന വാല്യൂ ഏതാ, 1 തന്നേക്കുന്നത്. അപ്പൊ എന്ത് നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അത് അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങ് എഴുതിക്കും. ഇത്രയുള്ളൂ പരിപാടി. സോ ഇനി വേറൊരു മോഡലായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോകണേ. അതാണ് ഒരു 3rd ടൈപ്പ് നമുക്ക് പറയാം. ഇത്രയും നേരം നമ്മുടെ അടുത്ത് കണ്ടിന്യൂറ്റി ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. ഇനി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 3 അവൻ എന്താണ്
കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ ഒരു ഫംഗ്ഷൻ്റെ ഇവിടെ 3 ആണ്, ഞാൻ 3യുടെ വാല്യൂ അങ്ങ് എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ എക്സ് ലെസ് ദാൻ ആവുമ്പോൾ അതെന്താണ് ax + 1. നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് ഇതിൽ എഴുതുന്നു. അടുത്തത് എക്സിന്റെ വാല്യൂ 3നേക്കാൾ വലുതാണ്. അപ്പോൾ വലുതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? അവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏതാടാ? bx + 3 ആണ്. സോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇവർ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഐഡിയയിൽ എന്ത് വരണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ നമ്മുടെ 3 അല്ലേ, അപ്പോൾ 3+ ആവുമ്പോഴും ഫംഗ്ഷൻ എന്ത് തന്നെ ആവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3- ആവുമ്പോഴും രണ്ടുപേരും എന്താവണം? ഈക്വൽ ആവണം. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ തന്നെ അവർ എന്ത് പറഞ്ഞു? കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല, നേരെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമ്മുടെ ഫംഗ്ഷന് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3+ ആണ്. അപ്പോൾ 3+ എന്ന് പറഞ്ഞാൽ 3നേക്കാൾ വലുത്. അവിടെ എന്താ വരിക? bx + 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 - 3നേക്കാൾ കുറയുമ്പോൾ അവിടെ എത്രയാണ് നമ്മൾ വരിക? ഫംഗ്ഷൻ ax + 1 ഇതാണ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക? 3+ ആണെങ്കിലും 3- ആണെങ്കിലും എന്ത് തന്നെ ഇട്ട് കൊടുക്കുക? 3 തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരൂടാ? b × 3 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു a × 3 + 1. നമുക്ക് ആൻസർ കിട്ടുക 3b + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3a + 1. നമ്മുടെ അടുത്ത് ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാനിവിടെ 3a അവിടെ കിടപ്പുണ്ട്. ഈ +3b എടുത്ത് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താവും? -3b ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 ഉണ്ടായിരുന്നു. ഈ +1നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? -1 ആയി. അപ്പോൾ നമുക്ക് കിട്ടുക 3 നമുക്ക് കോമൺ ആയിട്ട് പിടിച്ച് പുറത്തേക്ക് ഇടാലോ. 3 × a - b എന്ന് പറഞ്ഞാൽ 3 - 1 എത്രയാണ് മക്കളെ? 2 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ a - b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a - bയുടെ കൂടെയുള്ള 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2/3 എന്ന് പറഞ്ഞിട്ട് ആൻസർ ആവും. റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ വെച്ച് നിർത്തിയാലും ഒരു കുഴപ്പമില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും ഒരു കുഴപ്പമില്ല, നമ്മളുടെ ഇഷ്ടമാണ്. രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഇതൊന്നല്ല ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. കണ്ടിന്യൂസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് എഴുതിക്കോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അങ്ങ് ഈക്വലാ. രണ്ടുപേരും അങ്ങ് എടുക്കുക, രണ്ടുപേരിലും വാല്യൂ ഇട്ട് ഈക്വൽ ടു സിമ്പിൾ ഇട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഐഡിയ ക്ലിയർ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് വരണം നോക്കടാ. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇത്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി ഇൻഡിക്കേറ്റഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ആരാ? എക്സ് ഇസ് ഈക്വൽ ടു 2 ആ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ഇവൻ എന്താ? കണ്ടിന്യൂസ് ആ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതാം. നമ്മുടെ ഫംഗ്ഷൻ 2 ആ. നമ്മുടെ വാല്യൂ എത്രയാ? 2 ആണ്. സോ ഇവിടെ നമ്മൾ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാലോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ എക്സിന്റെ വാല്യൂ 2നേക്കാൾ കുറയുകയോ 2ന് ഈക്വലോ ആവുകയാണെങ്കിൽ അവിടെ എന്ത് വരും? kx². 2നേക്കാൾ കുറയുമ്പോൾ ഇനി എക്സിന്റെ വാല്യൂ 2നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ അവിടെ എന്ത് വരും? 3 ആണ്. സോ 3 അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത് അവർ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + f of x. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ അത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - f of x. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതിക്കോ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2+ ആണ്. 2+ എന്ന് പറയുമ്പോൾ 2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുന്നു. അത് എത്രയാണോ? 3 അല്ലേ? അവിടെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - അതായത് 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വരുന്നു. അത് എത്രയാണ്? അപ്പോൾ ഫംഗ്ഷൻ kx² ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇനി അപ്ലൈ ചെയ്യാൻ വല്ല എക്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് നേരെ അങ്ങ് എഴുതിക്കും. അത് തന്നെയായിരിക്കും ആൻസർ വരാട്ടോ. എന്താണോ കോൺസ്റ്റന്റ് അത് തന്നെ വരും. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് k × എന്താണ്? എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 2 - ആണ്. -2 ആണോ? അല്ല. നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുക്കുക? 2 തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെ തെറ്റിക്കും. 2 ആണല്ലോ അപ്പോൾ -2 അല്ല. 2 ആയിക്കോട്ടെ 2+ ആയിക്കോട്ടെ 2 തന്നെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ k × 2² ദാറ്റ് ഈസ് ഈക്വൽ ടു k × എന്ത് വരൂടാ? 4. അപ്പോൾ ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 4നെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 3/4. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചേ? കണ്ടിന്യൂസിന്റെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ചോദിച്ച് എങ്ങനെ ചെയ്യുന്നു നമ്മൾ പഠിച്ചു. കണ്ടിന്യൂറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇനി കണ്ടിന്യൂറ്റി ആയിട്ട് റിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ദെൻ ലാസ്റ്റ് വൺ എന്താ? ഇതേപോലെ കണ്ടിന്യൂസ് ആക്കി തന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ട് വരാം. ഇനി ഇതും കൂടി എങ്ങനെ പഠിച്ചോ? ഇത് ഓൾജിബ്ര നമ്മൾ പറയും, സിമ്പിൾ ആണ്.
രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. എന്താണ് ഇപ്പോൾ ദേ എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ജി ഓഫ് എക്സ് 0 ആവരുത്. ഇത്ര മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവർ തമ്മിൽ ആഡ് ചെയ്താലും ഒരു കണ്ടിന്യൂസ് ആയിരിക്കും, മൈനസ് ചെയ്താലും കണ്ടിന്യൂസ് ആയിരിക്കും, മൾട്ടിപ്ലൈ ചെയ്താലും കണ്ടിന്യൂസ് ആയിരിക്കും, ഡിവൈഡ് ചെയ്താലും കണ്ടിന്യൂസ് ആയിരിക്കും വിത്ത് ആ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൈൻ എക്സും കണ്ടിന്യൂസ് ആണ്, കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്തായിരിക്കും മക്കളെ? കണ്ടിന്യൂസ് ആയിരിക്കും. സൈൻ എക്സ് മൈനസ് കോസ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. ഹിയർ സൈൻ എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. കോസ് എക്സും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ദെൻ വേണമെങ്കിൽ ഇതങ്ങ് എഴുതിക്കോ. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഡയറക്റ്റ് അവിടെ ഒറ്റ ഇതിലങ്ങ് എഴുതിയ അത്ര ഉള്ളൂ ഇതിൻ്റെ ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾ ഇത്ര നേരം ഒരു വാല്യൂടെ മാത്രമേ ചെയ്തേ. ഇവിടെ എന്താ വന്നേക്കുന്നത്? രണ്ട് വാല്യൂടെ വന്നു. അപ്പോൾ രണ്ട് വാല്യൂടെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു രണ്ട് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ വാല്യൂസ് ഉണ്ട് മക്കൾ നോക്കിയടാ? 2 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2ൻ്റെ എടുക്കാം കേട്ടോ. 2 എടുക്കുകയാണ്. അപ്പോൾ 2ൻ്റെ ഇവിടെ 2വിനേക്കാൾ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ 2വിനേക്കാൾ കുറയുമ്പോൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ നിന്ന് വരുമ്പോൾ എത്രയാണ് വാല്യൂ വരിക? 5 ആണ് വരിക. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കുമ്പോൾ 2 ലെസ് ദാൻ എക്സ്, അതായത് എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ആ ഒരു റേഞ്ചിൽ എത്രയാണ് ഇത് വരിക? നമ്മൾക്ക് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു? എ എക്സ് പ്ലസ് ബി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ആദ്യം 2വിൻ്റെ കേസ് എടുക്കുന്നു. ഇനി അടുത്ത ഒരെണ്ണവും കൂടി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അടുത്തൊരു വാല്യൂ ഉണ്ടല്ലോ, അതാരാണ്? 10 ആണ് തന്നേക്കണേ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 10ന് ഇവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് ലെസ് ദാൻ 10, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം എക്സ് ലെസ് ദാൻ 10 ആണ്. അപ്പോൾ അവിടെ എത്രയായിരിക്കും? എ എക്സ് പ്ലസ് ബി ആയിരിക്കും. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, എക്സിൻ്റെ വാല്യൂ 10നേക്കാൾ വലുതാവും. അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് പറയുമ്പോൾ ആ വലിയ ആ ഒരു സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 21 ആണ്. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യനിൽ തന്നെ അവരെന്ത് പറഞ്ഞു? കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ 2ൻ്റെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്, നമുക്ക് ഇനി എഫ് ഓഫ് എക്സ് ഞാൻ ഡയറക്റ്റ്ലി എഴുതല്ലേ, എന്ത് വരും? 5 എന്ത് തന്നെയായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ഇവിടെ എത്രയാണ്? എ എക്സ് പ്ലസ് ബി ആണ്. സോ നമ്മൾ ആദ്യമേ തന്നെ ആ പരിപാടി അങ്ങ് എഴുതി. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ കോൺസ്റ്റന്റ് എക്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ കോൺസ്റ്റന്റ് ആ 5 അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. ഇപ്പുറത്ത് എന്തായിരിക്കും? എ ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്തായിരിക്കും? 2 പ്ലസ് ആ. അപ്പോൾ എന്തെന്നെ ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. സോ എ ഇൻറ്റു 2 പ്ലസ് ബി. നമ്മൾ എഴുതുമ്പോൾ എ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടിയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തവനെ നോക്കാം. രണ്ടാമത്തേത് ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്തായിരിക്കും വരിക? 10 മൈനസ്, അതായത് 10 മൈനസ് ആണെങ്കിലും 10 പ്ലസ് ആണെങ്കിലും ഈക്വൽ ആയിരിക്കും, കണ്ടിന്യൂസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 10 മൈനസ് എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ്. 10 പ്ലസിൽ ഇവിടെ എത്രയാ? 21 ആണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇവിടെ എ ഇൻറ്റു എക്സ് നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക? 10 മൈനസ് ആണ്. 10 മൈനസ് എന്ന് പറയുമ്പോൾ -10 ആണോ? അല്ല, നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുക്കുക? 10 തന്നെയായിട്ട് കൊടുക്കുക. എ ഇൻറ്റു 10 പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ കോൺസ്റ്റന്റ് 21 അല്ലേ? 21 അതുപോലെ വരും. അപ്പോൾ എന്ത് കിട്ടൂടാ? 10a പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 21 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷനെയും കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? രണ്ട് ഇക്വേഷൻ ഏതൊക്കെയാടാ? 10a പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 21. അടുത്ത ഇക്വേഷൻ ഏതായിരുന്നു? 2a പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് നോക്കാം. 21 നിന്ന് 5 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? നമുക്ക് കിട്ടുക 16 കിട്ടും. b മൈനസ് ബി 0 ആയി പോവും. 10a മൈനസ് 2a, 10 നിന്ന് 2a പോയി കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 8a കിട്ടും. കിട്ടിയില്ലേ? അപ്പോൾ 8a എന്ന് പറയുന്നത് 16 ആണെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 16/8 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 നമുക്ക് കിട്ടും. ഇനി ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2a പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2a പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. എക്ക് പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 2 ഇട്ട് കൊടുത്തൂടെ? അപ്പോൾ 2 ഇൻറ്റു 2
പ്ലസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ എന്ത് കിട്ടൂടാ? 4 പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 5 മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസറും കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടിയത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം ആണ്. ഇങ്ങനെ വേണം ചെയ്തെടുക്കുക. അപ്പൊ രണ്ട് വാല്യൂ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം അത് ചെയ്യാം കേട്ടോ. ഇവിടെ 2ന്റെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഏത് വാല്യൂ നമുക്ക് തന്നത്? 10 ആണ്. അപ്പൊ 10ഉം സെപ്പറേറ്റ് ഇതേപോലെ ചെയ്യാം. രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നു. കണ്ടിന്യൂറ്റിയുടെ പാർട്ട് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? അതിന്റെ ഫോർമുലാസ് പഠിക്കണം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് തന്നെയായിരിക്കും മക്കളെ? 1 ആയിരിക്കും. സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി എന്തായിരിക്കും ഇതിൽ കുറെ പ്രാവശ്യം ചോദിച്ചേക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് വരാ? 1/2 റൂട്ട് എക്സ്. ഏതായിരിക്കും? 1/2 റൂട്ട് എക്സ്. ദെൻ അടുത്ത മക്കൾ പഠിക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. എന്തായിരിക്കും 1/xന്റെ വരാ? -1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് മൂന്നെണ്ണമെങ്കിലും നിർബന്ധമായിട്ട് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ആ ഒരു സംഭവങ്ങളെല്ലാം പഠിക്കുക. ഇ റൈസ് ടു എക്സിന്റെ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ലോഗ് എക്സിന്റെ 1/x ആണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x² ആണ്. അതിലൊരു മൈനസും കൂടി ഇട്ട് കൊടുത്താൽ കോസ് ഇൻവേഴ്സ് ആയി. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/1 + x² ആണ്. അതിലൊരു മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് ആയി. അപ്പൊ ഈ ഒരു ഐഡിയാസ് മക്കൾ മനസ്സിൽ വെക്കണോടാ. ദെൻ നമുക്ക് നമ്മളുടെ 2 റൂളിലേക്ക് പഠിക്കണം. എങ്ങനെയാ 2 റൂള് പഠിക്കുക? പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. 2 ഫംഗ്ഷൻസ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നു. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ x × cos x. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ. 2 ഫംഗ്ഷൻസ് മൾട്ടിപ്പിൾ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ. എന്താണ് ഈ u'(v + v'(u)? സിമ്പിൾ ആട്ടോ. u' എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. എന്തായിരിക്കും? ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മളുടെ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് അടുത്ത് എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത്രയുള്ളൂ പരിപാടി. ഇതിനാണ് എന്തെന്ന് നമ്മൾ പറയാ? പ്രൊഡക്റ്റ് റൂൾ. മൾട്ടിപ്പിൾ വന്ന അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ. നമ്മുടെ കോഷ്യൻ റൂൾ എന്ന് പറയും. എന്തായിരിക്കും? ഡിവിഷൻ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും. ഇത് തന്നെ കേട്ടോ. u'(v) പ്ലസിന് പകരം ഇവിടെ എന്തായിരിക്കും? മൈനസ് വരും. താഴത്തെ എന്താണോ കിടക്കുന്നത് അവന്റെ സ്ക്വയറും വരും. ഇതാണ് എന്തെന്ന് പറയാ? നമ്മളുടെ കോഷ്യൻ റൂൾ നമ്മൾ പറയാം. അപ്പൊ ഇത് രണ്ടും ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പ്രൊഡക്റ്റ് റൂൾ ആണെങ്കിൽ 2 പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. ഡിവിഷൻ ആയിട്ടാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? കോഷ്യൻ റൂളും നമ്മൾ അപ്ലൈ ചെയ്യും. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ സൈൻ ഓഫ് x² + 1 x² + 5 ആ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. ഏതൊക്കെ ഫംഗ്ഷൻസ് അതിലുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? സൈൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, x² + 5ന്റെ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ സൈൻ എക്സ് എന്താണ് മക്കളെ? കോസ് എക്സ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എന്ത് എഴുതാം? ആദ്യമേ തന്നെ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ x² + 5 ആണ് വരാം. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇവിടെ എന്തൊക്കെയുണ്ടാ? 2 ഫംഗ്ഷൻ ഉണ്ട്. സൈനും ഉണ്ട്, x² + 5 ഉണ്ട്. സൈൻ്റെ എന്ത് വരും മക്കളെ? കോസ് ആണ്. അപ്പൊ ഇത് എഴുതുമ്പോ ഉണ്ടല്ലോ സൈൻ്റെ ബ്രാക്കറ്റിൽ എന്താണോ അത് തന്നെ ആദ്യം അങ്ങ് എഴുതാം. കോസ് ഓഫ് x² + 5. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇനി നെക്സ്റ്റ് വൺ ആരാ? x² + 5. അപ്പൊ മക്കളെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. x⁻n ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ nx⁻n-1 എന്തായിരിക്കും? അതായത് ഇപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ x³ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ റേസ് ടു പവറിനെ ഫ്രണ്ടിൽ ഇടാം, എന്നിട്ട് ഒരെണ്ണം മൈനസ് ചെയ്ത് എഴുതും. ഇത്രേ ഉള്ളൂ. അപ്പൊ x⁻10 എന്ത് വരും? ആ 10 ഫ്രണ്ടിൽ എഴുതാ, ഒരെണ്ണം മൈനസ് ചെയ്ത് മുകളിൽ എഴുതും. ഇത്രേ ഉള്ളൂ പരിപാടി. 10x�9. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാലോ. ഇവിടെ നമ്മൾ സൈൻ്റെ പരിപാടി ഓൾറെഡി സൈൻ എന്തായിട്ട് മാറി? കോസ് ആയിട്ട് മാറി. ഇനി x² + 5ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണോ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാലോ. കോസ് ഓഫ് x² + 5 ഇൻറ്റു x²ന്റെ അപ്പൊ എന്ത് വരും മക്കളെ? 2 ഫ്രണ്ടിൽ വരും, ഒരെണ്ണം കുറച്ച് എഴുതാം. 2x⁻1 അഥവാ 2x പ്ലസ് 5ന്റെ എന്തായിരിക്കും? 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റാ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും?
0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്തിരി കൂടി ഭംഗിക്ക് എഴുതാൽ ഇവിടെ 2x + 0 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ 2x ആണ്. പിടിച്ച് ഫ്രണ്ടിലിടാ 2x × cos of x² + 5. ഇത്രയുള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാമല്ലോ. sin x³ + 6 എന്ത് വരും മക്കളെ? സൈൻ്റെ ടേം ഉണ്ട്, x³ + 6 ഉണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് ഓഫ് ആ ബ്രാക്കറ്റിലുള്ളത് അതുപോലെ തന്നെ അങ്ങ് എഴുതുക ഇൻറ്റു. ഇനി എന്തായിരിക്കും വരാ? x³ +6 ഡെറിവേറ്റീവ്. x³ എന്ത് വരും? നമ്മൾ നേരത്തെ പഠിച്ചു 3x² + 6 0 ആണ്. ഞാൻ എഴുതുന്നില്ല. ഇത്രയുള്ളൂ പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്യാം. ഇവിടെ ആരൊക്കെ വരും? ഇവിടെ കോസും ഉണ്ട് √x ഉണ്ട്. ഇപ്പൊ രണ്ട് ഫംഗ്ഷനാണ് വന്നേ. കോസിന്റെ ഉണ്ട് √x ചെയ്യണം. കോസിന്റെ എന്താ? കോസ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈനാ. അപ്പൊ നമ്മൾ എഴുതുന്നു മൈനസ് സൈൻ ഓഫ് ആ ബ്രാക്കറ്റിൽ എന്താ? √x ആണ്. അത് അതുപോലെ അങ്ങ് എഴുതാ ഇൻറ്റു √x ഡെറിവേറ്റീവ് എന്താ? √x ഡെറിവേറ്റീവ് 1/2 √x. ഇത്രയുള്ളൂ പരിപാടി. വേറെ ഒന്നും ചെയ്യാനില്ല. കോസിന്റെ വന്നു കഴിഞ്ഞാൽ മൈനസ് സൈൻ, ആ ബ്രാക്കറ്റ് എന്താണോ അതുപോലെ അങ്ങ് എഴുതാ. ദെൻ √x എന്തായിരിക്കും? 1/2 √x ആണ്. ഒരെണ്ണം കൂടി ഇന്റർചേഞ്ച് എക്സിന്റെയും കൂടി കൺസിഡർ ചെയ്യണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. നമ്മൾ അതങ്ങനെ എടുക്കാറില്ല. d/dx തന്നെയല്ലേ. അപ്പൊ എക്സിന്റെയും കൂടി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ടോട്ടൽ വരാം. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കാടാ. നെക്സ്റ്റ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം. എന്താ ഇംപ്ലിസിറ്റ് എന്ന് അറിയോ? അതായത് എക്സും വൈ ഒക്കെ വരും. അപ്പൊ നമുക്കറിയാം d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 1 ആണെന്ന് അറിയാം. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ d/dx ഓഫ് y എന്തായിരിക്കും? ഇവിടത്തെ കേസിൽ മുകളിലും dx താഴത്തും dx 1 ആയി പോയി. പക്ഷെ ഇവിടെ y വന്നു കഴിഞ്ഞാൽ അവിടെ എന്തും കൂടി വരും? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആ ഫംഗ്ഷനെ ചെയ്യുമ്പോൾ dy/dx എന്നുകൂടി വരും. അപ്പൊ ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടി ഒന്നല്ല. എക്സും വൈ ഒക്കെ ഒരുമിച്ച് വരും. ക്ലിയർ? എക്സും വൈ ഒക്കെ ഒരുമിച്ച് വരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ അടുത്ത് ആരെ കണ്ടുപിടിക്കാൻ പറയും? dy/dx കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ ആണ്. എല്ലാം കണ്ടുപിടിക്കാൻ. എന്നിട്ട് dy/dx ടൈം മാത്രം നിർത്താം. ബാക്കി എല്ലാവരും ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതാണ് ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം കേട്ടോ. അതെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അതങ്ങ് ചെയ്തു തുടങ്ങാം. ഫൈൻ dy/dx. അപ്പൊ ആദ്യം മക്കൾ നോക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് 2x ഡെറിവേറ്റീവ്. 2x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ അങ്ങ് എടുക്കുക. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 ആണ്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1. ആൻസർ എന്തായിരിക്കും? 2. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ പറയടാ 3x എന്ത് വരും? 3 കോൺസ്റ്റന്റ് അതുപോലെ തന്നെ എക്സിന്റെ 1 അതുപോലെ തന്നെ. ആൻസർ എന്തായിരിക്കും? 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇനി പറയാലോ 7x എന്ത് വരും? 7. 10x എന്ത് വരും? 10. ഇത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെയാണ് ഡെറിവേറ്റീവിനെ നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. സോ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ 2x + 3y = sin x ആണ്. അപ്പോൾ 2x ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 2x ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. ഞാൻ ഡയറക്റ്റ്ലി ചെയ്യുന്നു. 2x ഡെറിവേറ്റീവ് എന്ത് വരും? 2 വരും. പ്ലസ് 3y ഡെറിവേറ്റീവ് എന്ത് വരും? 3 കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പോൾ 3 അതുപോലെ തന്നെ വരും. y ഡെറിവേറ്റീവ് എന്തായിരിക്കും? y ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ മക്കൾ എന്ത് ചെയ്താൽ മതി? y വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ dy/dx അങ്ങ് കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x ഡെറിവേറ്റീവ് എന്താ? sin x ഡെറിവേറ്റീവ് cos x ആണ്. ഒറ്റയടിക്ക് നമുക്ക് എഴുതിക്കൂടെ? ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയടാ? 2 + 3 dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു cos x എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് ആരെ മാത്രം മതി? dy/dx ആണ്. അപ്പൊ ആ ഒരു ടേം അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള +2 നമുക്ക് എടുത്ത് അപ്പുറത്തേക്ക് ഇടാം. അപ്പൊ 3 dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ? cos x. +2 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -2 ആയി. ഇനി നമുക്ക് ആരെ മതി? dy/dx മതി. അപ്പൊ ഫ്രണ്ടിലുള്ള 3 മൾട്ടിപ്പിൾ അല്ലേ? മൾട്ടിപ്പിൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും കിട്ടൂടാ? cos x - 2 / 3 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് x² ആണ്. x² എന്ത് വരും? നമുക്ക് പറയാം. ആ റേസ് ടു പവറിനെ പിടിച്ച് ഫ്രണ്ടിലിടാം. ഒരെണ്ണം മൈനസ് ചെയ്ത് അങ്ങ് എഴുതാം. അപ്പോൾ എന്ത് വരൂടാ? 2x പ്ലസ് ഇവിടാണ് പ്രശ്നം. x × y. x × y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് റൂളാ. രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിളാ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ തന്നെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. u'(v + v'(u). ഇത്ര ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് എഴുതാലോ d/dx. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? x ആണ്. ഇൻറ്റു നമ്മളുടെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ? y ആണ്. ക്ലിയർ? x y നെയാണ് നമ്മൾ ചെയ്യാം.
പ്ലസ് കഴിഞ്ഞോ ഇല്ല. ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇൻറ്റു നമ്മളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ എക്സ്. കഴിഞ്ഞിട്ടില്ല. പ്ലസ് ഇത് നമ്മളുടെ എക്സ് വൈയുടെ മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞേട്ടാ. ഇനി വൈ സ്ക്വയർ ഉണ്ട്. അപ്പൊ ശരിക്കും ഈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x⁻1 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ 1 കൂടി. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഈ 2x വരണത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ 2y അങ്ങ് എഴുതി വെച്ചേക്കാം. എക്സ് സ്ക്വയർ 2x ആണെങ്കിൽ വൈ സ്ക്വയറും എന്തായിരിക്കും 2y ആയിരിക്കും. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇവിടെ എക്സിന്റെ ആയതുകൊണ്ട് 1 ആവും. പക്ഷെ ഇവിടെ വൈയും കൂടി ഉണ്ട്. വൈയുടെ ഡെറിവേറ്റീവ് ആരാ dy by dx. ദാറ്റ് ഇസ് ഈക്വൽ ടു 100ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 100 ഒരു കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും 0 ആണ്. സോ ഇനി നമുക്ക് എഴുതാലോ 2x പ്ലസ്, നമുക്ക് ഇനി ഡയറക്റ്റ് എഴുതാം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 1 × y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, y തന്നെ കിട്ടും. പ്ലസ് അടുത്തത് dy by dx അങ്ങനെ തന്നെ അല്ലേ. സോ dy by dx ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആ എക്സിനെ പിടിച്ച് ഫ്രണ്ടിലിടാം, എക്സ് dy by dx. അത് കഴിഞ്ഞു പ്ലസ് എന്ത് വരൂടാ 2y dy by dx ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയേക്കണേ അല്ലേ. ഇനി നമുക്ക് ആ dy by dxന്റെ രണ്ട് ടേമിനെ ഒരുമിച്ച് എഴുതാലോ. 2x പ്ലസ് y പ്ലസ് ഇവിടെ ആരൊക്കെയാണ് x dy by dx ഉണ്ട്, പ്ലസ് 2y dy by dx ഉണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക, dy by dxന്റെ ടേമുകൾ ഒരുമിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ x പ്ലസ് 2y ഞാൻ രണ്ടിന്നു ഇവന്മാരിൽ നിന്ന് രണ്ടുപേരും ആരെ പുറത്തെടുത്തു, dy by dxനെ പിടിച്ച് പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു 2x പ്ലസ് y പ്ലസ് ദാറ്റ് ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ dy by dxന്റെ ആ ഒരു ടേമില്ല അവനെ മാത്രം ഞാൻ അവിടെ നിർത്താണ്. x പ്ലസ് 2y ഇൻറ്റു dy by dx എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രണ്ടുപേരെ നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്ലസ് 2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2x ആയി, പ്ലസ് y ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി -y ആയി. ഇനി നമുക്ക് ഫൈനൽ ആൻസർ എഴുതാലോ. ഫൈനൽ ആൻസർ എന്തായിരിക്കും, dy by dx എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ -2x -y വേണമെങ്കിൽ ആ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ എന്ത് വരും 2x പ്ലസ് y ഓൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഫ്രണ്ട് dy by dxന്റെ ഫ്രണ്ടിൽ കിടന്ന ആരാ x പ്ലസ് 2y ആ. സോ അവനെയും പിടിച്ചങ്ങ് എഴുതിക്കോളാ, ആൻസർ കഴിഞ്ഞു. സോ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നോ, അല്ല. ഇവിടെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നു, ഇവിടെ എക്സ് സ്ക്വയർ നമുക്കറിയാം 2x ആണ്, xy പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ 2x ആണെങ്കിൽ വൈ സ്ക്വയർ എന്തായിരിക്കും 2y ആയിരിക്കും. പക്ഷെ എക്സ് സ്ക്വയർ വരുമ്പോൾ 2x ആണെങ്കിൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 കൂടി മൾട്ടിപ്ലൈ, അപ്പോൾ അവിടെ 2x തന്നെ വന്നു. പക്ഷേ ഈ കേസിൽ വൈ സ്ക്വയർ 2y ആയി, വൈൻ്റെ ഡെറിവേറ്റീവ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ y എവിടെ വരുന്നു അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവും, dy by dx ഉണ്ടാവും. ഇത് മനസ്സിലുണ്ടാവണം. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് കോൺസ്റ്റന്റാ, കോൺസ്റ്റന്റിന് എന്താവും 0 ആവും. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേ, dy by dxന്റെ ടൈമൊക്കെ ഒരുമിച്ചെടുത്തു, ബാക്കിയുള്ളവരെല്ലാവരും ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ആ dy by dx മാത്രം എടുക്കുക. ഇതാണ് സ്റ്റെപ്പ്. ഐഡിയ സെറ്റ് അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മൂവ് ചെയ്യണതിന് മുമ്പ് ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. കുറച്ച് ഫോർമുലകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, മക്കളിൽ ഈ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 3 tan θ മൈനസ് tan ക്യൂബ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 - 3 tan സ്ക്വയർ തീറ്റ. +1 പഠിക്കേണ്ട ഫോർമുലയാണ്. എന്താണ് ആ ഫോർമുല എന്ന് പറയുന്നത്, tan 3θയുടെ ഫോർമുലയാണ്. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചില്ലേ മക്കളെ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച എന്തായിരുന്നു, tan ഇൻവേഴ്സ് tan θ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ വേണം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് y = tan ഇൻവേഴ്സ് എന്നുള്ള ഫോമിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമുക്കറിയാം എക്സിന് പകരം tan θ. ഇപ്പം എക്സ് ആയിട്ടല്ലേ തന്നേക്കുന്നത്, അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ തന്നെ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാടാ, tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ത് വരും മക്കളെ, ടാൻ എടുത്ത് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ അവൻ എന്ത് വരും, tan ഇൻവേഴ്സ് x. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് ആദ്യമേ കണ്ടുപിടിച്ചങ്ങ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി y = tan ഇൻവേഴ്സ്. ദെൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വരാ, നമുക്ക് ഈ 3 tan θ മൈനസ് അത് നമുക്ക് ഒറ്റയടിക്ക് ഇനി ഡയറക്റ്റ്ലി ചെയ്താൽ അത് എന്തായിരിക്കും, tan 3θ ആയിരിക്കും. ഒറ്റയടിക്ക് നമുക്ക് എഴുതിക്കൂടെ. സോ tan ഇൻവേഴ്സ് tan 3θ ആണ്
നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. എന്താണ് ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ തീറ്റ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ എന്തായിരിക്കും? 3 തീറ്റ ആയിരിക്കും. അപ്പോൾ y is equal to 3 തീറ്റ ആണ്. സോ y is equal to 3 into തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ഇട്ട് കൊടുക്കുക ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പം ഇത്രയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി വൈയുടെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? വൈയുടെ ഡെറിവേറ്റീവ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? dy/dx ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്തായിരിക്കും? 1/1 + x². നമ്മൾ ആദ്യമേ പഠിച്ചതാ അല്ലേ? അപ്പോൾ 1/1 + x². ഇത്രയും കൂടി ഭംഗിക്ക് എഴുതാലോ. 3 × 1 എന്ന് പറഞ്ഞാൽ 3 /1 + x². ഇവിടെ നിർബന്ധമായിട്ട് ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫോർമുലകൾ അറിഞ്ഞിരിക്കണം. ഫോർമുല അറിഞ്ഞാലേ ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് അറിയണം? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ കഴിഞ്ഞ് ബാക്കി എന്താണോ അതായിരിക്കും ആൻസർ ആയിട്ട് നമ്മൾ എഴുതാം കേട്ടോ. തീറ്റ ആണെങ്കിൽ തീറ്റ, 3 തീറ്റ ആണെങ്കിൽ 3 തീറ്റ, 2 തീറ്റ ആണെങ്കിൽ 2 തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും കൂടി പഠിച്ചു വെക്കണം. ഇവിടെ എന്താണോ നമ്മുടെ ഫോർമുല? ഇവിടെ 3 tan θ minus tan cube θ divided by 1 minus 3 tan square θ. അതാണ് എന്തിൻ്റെ ഫോർമുല? ടാൻ 3 കറക്റ്റ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റ എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. സോ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. സോ നെക്സ്റ്റ് ഒരെണ്ണത്തിലേക്ക് പോയാൽ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം? 1 minus x² by 1 plus x². ഇത് വെച്ചിട്ടൊരു ഫോർമുല മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? 1 minus tan square theta by 1 plus tan square theta. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? ഇത് എന്തിൻ്റെ ഫോർമുലയാണോ? cos 2 തീറ്റയുടെ ഫോർമുല. നിങ്ങൾക്ക് +1 മെയിൻ എക്സാമിന് ചോദിച്ചത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? 1 minus tan square 15 by 1 plus tan square 15. അത് എന്തിൻ്റെ ഇക്വേഷനാ? cos 2 തീറ്റ. അതായത് cos 2 into 15 cos 30. നമ്മൾ ഓർമ്മയുണ്ടോ? +1 മെയിൻ എക്സാമിന് സെയിം ഫോർമുലയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മക്കളെ? എക്സിന് പകരം എന്തേ? 1 minus tan square theta by 1 plus tan square theta. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇനി ഇട്ട് കൊടുക്കുക y is equal to cos ഇൻവേഴ്സ്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 minus tan square theta by 1 plus tan square theta ആണ്. ഇത് എന്തിൻ്റെ ഫോർമുലയാണോ മക്കളെ? y is equal to cos ഇൻവേഴ്സ്. ഇപ്പം നമ്മൾ പഠിച്ചു അത് എന്തിൻ്റെ ഫോർമുലയാ? cos 2 തീറ്റയുടെ ഫോർമുല. ഇട്ട് കൊടുക്കുക cos 2 തീറ്റ. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ y is equal to cos ഇൻവേഴ്സ്. കോസ് എന്തായിട്ട് മാറും? 2 തീറ്റ. അവിടെ എന്താണോ ആ കോസ് ഇൻവേഴ്സും കോസും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആൻസർ 2 തീറ്റ. അപ്പോൾ y is equal to തീറ്റ എത്രയാണെന്ന് നമ്മൾ എഴുതി വെച്ചേക്കണേ? ടാൻ ഇൻവേഴ്സ് എക്സ് ആ. അപ്പോൾ 2 into tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2 tan ഇൻവേഴ്സ് എക്സ് ആ. ഇനിയാണ് നമ്മൾ ചെയ്തു തുടങ്ങുക. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? dy/dx ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into tan ഇൻവേഴ്സ് എക്സിൻ്റെ എന്തായിരിക്കും? tan ഇൻവേഴ്സ് എക്സിൻ്റെ 1/1 plus x². നന്നായിട്ട് എഴുതുക. 2 into 1 എന്ന് പറഞ്ഞാൽ 2 divided by 1 plus x². ഇതായിരിക്കും നമ്മളുടെ എന്ത് വരാ? ആൻസർ വരാ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ എന്താണ് പഠിച്ചു വെച്ചേക്കുന്നത്? e⁻x ഇല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം d/dx ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? e⁻x തന്നെ ആയിരിക്കും. പക്ഷേ ഇൻറ്റു നമ്മൾ ശരിക്കും എന്തും കൂടി ചെയ്യുന്നുണ്ട്? എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻസർ എന്തായിരിക്കും? e⁻x ആയിട്ട് തന്നെ മാറും. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് e⁻x² എന്തായിരിക്കും വരാ? e⁻ ടേം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ടേം തന്നെ എടുത്തങ്ങ് എഴുതാം. എന്തായിരിക്കാം? ആ ടേം തന്നെ എടുത്തങ്ങ് എഴുതിക്കോ. ഇൻറ്റു ആണ് നമ്മൾ ചെയ്യുക. x² ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. സോ അതും കൂടി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കും? കഴിഞ്ഞാ ഇത്രയുള്ള പരിപാടി. അപ്പൊ ആൻസർ എന്തായിരിക്കും? 2x e⁻x². വേണമെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. d/dx ഓഫ് e⁻x³. അപ്പൊ എന്ത് വരൂടാ? e⁻ ടൈം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതങ്ങ് എടുത്ത് എഴുതിക്കോ. e⁻x³ ഇൻറ്റു x³ ഡെറിവേറ്റീവ് എത്രയാണ് മക്കളെ? 3x². ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എഴുതാം. ഓക്കെ അല്ലേ?
നമുക്ക് അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ ഇതുവരെ ഇതൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ കോഷ്യന്റ് റൂൾ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാം. കോഷ്യന്റ് റൂൾ എന്തായിരുന്നു? നമ്മൾ റാഷണൽ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടാ, യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മളുടെ കോഷ്യന്റ് റൂള്. അപ്പൊ ഇവിടെ മുകളിലുള്ളത് നമുക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് മുകളിൽ കിടക്കുന്ന ആരാ, നമ്മുടെ ന്യൂമറേറ്റർ പാർട്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു നമ്മളുടെ താഴത്ത് കിടക്കുന്ന വി പാർട്ട് ആരാ, സൈൻ എക്സ് മൈനസ് അടുത്ത് എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് താഴത്ത് കിടക്കുന്നത് ആരുടെ, സൈൻ എക്സ് ആണ്, ഇൻറ്റു നമ്മുടെ മുകളിൽ കിടക്കുന്നവൻ ഇ റേസ് ടു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ താഴത്ത് കിടക്കുന്നവന്റെ സ്ക്വയർ വി സ്ക്വയർ. അപ്പൊ എന്ത് വരും, സൈൻ എക്സ് ദ ഓൾ സ്ക്വയർ ആയിരിക്കും വരാം. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാ, ഇ റേസ് ടു എക്സ് തന്നെ. അപ്പൊ മുകളിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് അതുപോലെ തന്നെ വരും, മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്നാ, ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് പറഞ്ഞാല് cos x ഇൻറ്റു ഇ റേസ് ടു എക്സ് അതുപോലെ തന്നെ വരും, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ സ്ക്വയർ എക്സ്. തെറ്റിക്കരുത് ട്ടാ. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, ഇ റേസ് ടു എക്സ് ഉണ്ട്. സോ ഇ റേസ് ടു എക്സിനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. അപ്പൊ ആൻസർ എന്ത് വരും, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇത്രയും കിട്ടിയില്ലേ, ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇ റേസ് ടു എക്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നും പഠിച്ചു. അതോടൊപ്പം തന്നെ കോഷ്യന്റ് റൂൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ആദ്യം നോക്കാം. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു എക്സ് റേസ് ടു 4 പ്ലസ് അപ് ടു എവിടെ വരെ ഉണ്ടായിരുന്നു, ഇ റേസ് ടു എക്സ് റേസ് ടു 5 വരെയാണ്. അപ്പൊ ഓരോരുത്തരെ നമുക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു നോക്കിയേ, ഇ റേസ് ടു എക്സിന്റെ എന്ത് വരും, ഇ റേസ് ടു എക്സ് അതുപോലെ തന്നെ വരും, പ്ലസ് ഇ റേസ് ടു എക്സ് സ്ക്വയറിന്റെ എന്ത് തന്നെയാ വരാ, ഇ റേസ് ടു എക്സ് സ്ക്വയർ അതുപോലെ അങ്ങ് എഴുതുക. ഇ റേസ് ടുയുടെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങ് എഴുതിക്കോ. ഇൻറ്റു കൂടി ചെയ്താൽ മറന്നു പോരുത്. എക്സ് സ്ക്വയറിന്റെ എന്തായിരിക്കും, 2x ആയിരിക്കും. പ്ലസ് അടുത്തത് രണ്ടാമത്തേന്റെയും കഴിഞ്ഞടാ. ഇനി അടുത്ത മൂന്നാമത്തേലേക്ക് വരാം, ഇ റേസ് ടു എക്സ് ക്യൂബ്. അപ്പൊ ഇ റേസ് ടുയുടെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ അതുപോലെ അങ്ങ് എഴുതാം. ഇൻറ്റു ആ മുകളിൽ കിടക്കുന്നവന്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, 3x സ്ക്വയർ. പ്ലസ് അടുത്തവനെ പറയും ഇ റേസ് ടു എക്സ് റേസ് ടു 4 എന്തായിരിക്കും വരാ, ഇ റേസ് ടുയുടെ ഫംഗ്ഷൻ വന്നുകൊണ്ട് ഇ റേസ് ടു എക്സ് റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 4ന്റെ എന്ത് വരും, 4x ക്യൂബ്. പ്ലസ് അടുത്തത് ഇ റേസ് ടു എക്സ് റേസ് ടു 5 ആ, നേരെ അതുപോലെ അങ്ങ് എഴുതിക്കോ, ഇ റേസ് ടു എക്സ് റേസ് ടു 5 ഇൻറ്റു എക്സ് റേസ് ടു 5ന്റെ എന്ത് വരും, 5x റേസ് ടു 4. ഇത്ര ഉള്ളൂ മക്കളെ ആൻസർ. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ നമ്മൾ ചെയ്യാം. ഇങ്ങനെ വേണം ചെയ്തു തുടങ്ങാൻ കേട്ടാ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കാര്യം കൂടി ആലോചിച്ചോ, നമ്മൾ എപ്പോഴും ചെയ്തു തുടങ്ങുമ്പോൾ ഇവിടെ വേറെ ഒന്നും തന്നില്ല, കുറച്ച് ഫംഗ്ഷൻ ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇട്ട് തുടങ്ങാം. എന്തായിരിക്കും, y ഈക്വൽ ടു. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും, dy ബൈ dx ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്താണ് ഫംഗ്ഷനിൽ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എന്തിട്ടാ, y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ലോഗരിതമിക് ഫംഗ്ഷൻ. ലോഗ് വരണം. അപ്പൊ ഇതിൽ കുറച്ച് വാല്യൂസ് വേണമെങ്കിൽ അറിഞ്ഞു വെച്ചോ. ലോഗ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആണ്. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ഈ വാല്യൂ മറന്നു പോകരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ഫോർമുലയാണ് ലോഗ് എ ബി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് അറിയോ, ലോഗ് എ പ്ലസ് ലോഗ് ബി. ഇതായിരിക്കും രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ പോലെ ലോഗിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ദെൻ അടുത്തത് ലോഗ് എ ബൈ ബി ആണ്. എന്താണ് ഈ ലോഗ് എ ബൈ ബി എന്ന് അറിയോ, ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോകണം. എവിടെയൊക്കെയാണ് നമ്മൾ ഈ ലോഗ് അപ്ലൈ ചെയ്യണമെന്ന് കൂടി പഠിച്ചു കൂടാം. ഇപ്പൊ എക്സ് റേസ് ടു വൈ അല്ലെങ്കിൽ സൈൻ എക്സ് റേസ് ടു എക്സ്, അതും പോട്ടെ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഒരു ഫംഗ്ഷൻ റേസ് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, ലോഗ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇതും കൂടി പഠിച്ചു വെച്ചോ. ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ലോഗ് എക്സ് ആണ്. വേറെ ഒന്നും മക്കൾ ചെയ്യേണ്ട. ആ റേസ് ടു പവർ വന്നിട്ടില്ലേ, പിടിച്ച് നേരെ ഫ്രണ്ടിലിടാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചെയ്തു തുടങ്ങണം. അപ്പൊ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം, ഇതേപോലെ ചെയ്തു തുടങ്ങണം. ദെൻ അടുത്ത ഒരെണ്ണം കൂടി പഠിച്ചു. എവിടെയൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം എന്നറിയോ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, റേസ് ടു പവർ വരുമ്പോൾ നമ്മൾ ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ വരും കേട്ടോ, റൂട്ടിന്റെ അകത്ത് കുറെ വാല്യൂസ് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യും, റൂട്ടിന്റെ എക്സ് നമുക്ക് അറിയാം 1/2 റൂട്ട് എക്സ് ആണ്. പക്ഷെ റൂട്ടിന്റെ അകത്ത് വലിയ കുറെ വാല്യൂസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്താണ്, 1/2 ആ. അപ്പൊ ഈ റൂട്ടിന്റെ അകത്ത് വലിയ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അപ്പൊ വലിയ വാല്യൂ റേസ് ടു 1/2 എന്നിട്ട് ആ റൂട്ട് മാറി
ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം കേട്ടോ. ഇങ്ങനെയുള്ള സംഭവത്തിലായിരിക്കും നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് cos x into cos 2x into cos 3x. ഇത് നമുക്ക് പ്രൊഡക്റ്റ് റൂളൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും അവസാനിക്കുമോ? ആദ്യം രണ്ടുപേരെ ചെയ്യുന്നു, പിന്നെ മൂന്നാം വല്ല പണിയുണ്ടോ? വേണ്ട. നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണെന്നറിയോ, y is equal to എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. y is equal to എന്തായിരിക്കും, cos x into cos 2x into cos 3x. ഇങ്ങനെയല്ലേ വരാ. ഇനി നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഇത് വലിയ ഫംഗ്ഷനാ. ഈ വലിയ ഫംഗ്ഷൻസ് ഇതേപോലെ വന്നാലും നമ്മൾ എന്താ അപ്ലൈ ചെയ്യും, ലോഗ്. രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് വരും, ലോഗ് y ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഇത് മൊത്തം വരും. എന്തായിരിക്കും, cos x cos 2x cos 3x. ദേ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് അറിയേണ്ട ഫോർമുല ലോഗ് y. ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഇവർ ആദ്യം ഇത്രയും കൂടി ഒന്ന് ചെറുതാക്കി ചെയ്യണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഫോർമുല പഠിച്ചില്ലടാ. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എ പ്ലസ് ബി ആ. അപ്പൊ ലോഗ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി. ഇതും കൂടി അങ്ങ് പഠിച്ചു വെച്ചോ. ലോഗിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോലെ വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് പ്ലസ് ആക്കി എഴുതാം. ഇനി ഇപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ വരൂടാ, ലോഗ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. ഇങ്ങനെ വരും. ഐഡിയ കിട്ടിയ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ഇൻറ്റു എക്സ്. അതായത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് 1/x ആണ്. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു എക്സ് ആണ് താഴത്തെ എടുക്കണമെങ്കിൽ അവന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 കൂടി ശരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആ ഐഡിയ മനസ്സിലാവണം കേട്ടോ. അപ്പൊ ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വന്ന വാല്യൂ നമ്മൾ എന്തെടുക്കുക, 1/, ആക്കി അങ്ങ് ഇടുക. അത് എന്തും ആയിക്കോട്ടെ. ലോഗ് വന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നടക്കുന്നവനെ നേരെ 1/y. അതാണ് നമ്മൾ ചെയ്യാം. ഇൻറ്റു ഇനി വൈയുടെ ഡെറിവേറ്റീവ്, ലോഗിന്റെ ടൈം കഴിഞ്ഞു. അടുത്ത വൈയുടെ എന്ത് വരും, dy/dx. ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് ആ. അപ്പൊ ലോഗിന്റെ ടൈം ഉണ്ട്, കോസ് എക്സിന്റെ ടൈം ഉണ്ട്. ലോഗ് ടൈം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, റൈറ്റ് സൈഡിലുള്ളവനെ താഴ്ത്താക്കുക. അപ്പൊ 1/cos x ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ് ആ. സോ മൈനസ് സൈൻ എക്സ്. അടുത്തത് പ്ലസ് ലോഗ് കോസ് 2x ആ. ലോഗ് കോസ് 2x, ലോഗ് വന്നിട്ടുണ്ട്, കോസിന്റെ ഫംഗ്ഷൻ ഉണ്ട്, 2x-ന്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ലോഗ് വന്നാൽ തൊട്ടപ്പുറത്തുള്ളവരെ നമ്മൾ എന്താക്കും, 1/cos 2x ഇൻറ്റു ഇനി കോസിന്റെ ഫംഗ്ഷൻ എന്താ, മൈനസ് സൈൻ ആ. അപ്പൊ മൈനസ് സൈൻ 2x കഴിഞ്ഞോ, ഇൻറ്റു 2x-ന്റെ എന്താ 2 ആണ്. പ്ലസ് ഇതേപോലെ നമുക്ക് അടുത്തത് പറഞ്ഞൂടെ, ലോഗ് കോസ് 3x. ലോഗ് ഉണ്ട്, കോസ് ഉണ്ട്, 3x ഉണ്ട്. അപ്പൊ ലോഗിന്റെ എന്ത് വരും മക്കളെ, 1/cos 3x. ലോഗ് കഴിഞ്ഞിട്ടുള്ളവനെ 1/, ആക്കി എഴുതാം. ഇൻറ്റു കോസിന്റെ എന്ത് വരും, മൈനസ് സൈൻ 3x ഇൻറ്റു ഒരെണ്ണം കൂടി വരുമല്ലോ, 3x-ന്റെ എന്തായിരിക്കും, 3 ആയിരിക്കും. ഐഡിയ കിട്ടിയ? ഇനി നമുക്ക് ചെയ്യാലോ. 1/y dy/dx എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും മക്കളെ, മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ്. അടുത്ത കേസിൽ ഇതേ ഇവിടെ ഒരു മൈനസ് അടക്കല്ലേ, മൈനസിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം, -1 ഡിവൈഡഡ് ബൈ ഒരു 2 കോമൺ ആണ്. ആ 2 കോൺസ്റ്റന്റിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പൊ ബാക്കി ആരൊക്കെ ഉണ്ട് അവിടെ, സൈൻ 2x ബൈ കോസ് 2x ആണ്. അടുത്തത് ഈ കേസിലും മൈനസ് ഉണ്ട്, മൈനസിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം, മൈനസ് ഉണ്ട്, കോൺസ്റ്റന്റ് 3 ഉണ്ട്, ആ 3-നെയും പിടിച്ചിടാം. അപ്പൊ ബാക്കി ആരൊക്കെ ഉണ്ട്, സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 3x. കഴിഞ്ഞ ഇല്ല, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, ഈ y വെച്ചിട്ടാണ് താഴത്തൊരു ഫ്രണ്ടിൽ ഒരു 1/y ഇല്ലേ, ആ y-നെ പിടിച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യടാ. y ഇൻറ്റു എന്താണ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ എല്ലാത്തിലും മൈനസ് ഉണ്ട് കേട്ടോ, മൈനസിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് കിട്ടും. അപ്പൊ നമുക്ക് എല്ലാം പ്ലസ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായി, ടാൻ എക്സ്. എന്തായിരിക്കും, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. മൈനസ് ഒക്കെ ഓൾറെഡി പുറത്തേക്ക് പോയിട്ടുണ്ട്, ബാക്കി അവിടെ പ്ലസ് 2 ഇൻറ്റു സൈൻ 2x ബൈ കോസ് 2x. അതെന്തായിരിക്കും, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാനാ. അപ്പൊ എഴുതിക്കോ, ടാൻ 2x ആണ്. അടുത്തതിലും മൈനസ് ഓൾറെഡി പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി ആര് വരും, 3 ഇൻറ്റു സൈൻ 3x ബൈ കോസ് 3x എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ, ടാൻ 3x. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഇതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ. പക്ഷേ ഈ y എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്കണത് എന്താ, ദിവനല്ലേ. അപ്പൊ അവനെയും കൂടി ഇവിടെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐഡിയ കിട്ടിയ? അപ്പൊ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം കേട്ടോ. സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ആട്ടാ, ഇതേപോലെ വരും. എന്തായിരിക്കും,
എക്സ് വൈ റേസ് ടു എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ എന്നുള്ളത്. അപ്പൊ ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യത്തെ സ്റ്റെപ്പ് റേസ് ടു പവർ വൈയുടെ ടേം ഉണ്ടെങ്കിൽ അവനെ ആദ്യം എഴുതാം. എന്തായിരിക്കും? ഇവിടെ ആരായിരിക്കും ആദ്യം വരാ? എക്സ് റേസ് ടു വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റേസ് ടു പവർ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ലോഗ് അപ്ലൈ ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് എക്സ് റേസ് ടു വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാം. ഇനി നമുക്കറിയാലോ ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ലോഗ് എക്സ്. ആ റേസ് ടു പവർ പിടിച്ച് ഫ്രണ്ടിൽ ഇടാം. അപ്പൊ എന്ത് വരും ഇവിടെ? വൈ ലോഗ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എക്സ് ലോഗ് വൈ. ഇതായിരിക്കും വരാടാ. ഇനി നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഇവിടെ y ഇൻറ്റു ലോഗ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ഇനിയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇതിൽ ഇമ്പോർട്ടന്റ് നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ പ്രൊഡക്റ്റ് റൂളാ. എന്താ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ്. നമ്മൾ ചെയ്യാം y ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ലോഗ് എക്സ് പ്ലസ് അടുത്ത എന്തായിരിക്കും? സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇപ്പോഴത്തും എന്താ അപ്ലൈ ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ലോഗ് വൈ പ്ലസ് അടുത്ത എന്താ? സെക്കൻഡിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതാരാ? എക്സ്. ഇങ്ങനെ വേണം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണോ? ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പൊ ലോഗ് എക്സിനെ പിടിച്ച് ഞാൻ ഫ്രണ്ടിൽ ഇടുന്നു. ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ് ഇൻറ്റു വൈ ആണ്. നമുക്ക് തന്നെ അറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു അടുത്ത് എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് തന്നെ അറിയാലോ 1 ഇൻറ്റു ലോഗ് വൈ ഇൻറ്റു പ്ലസ് എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ. അപ്പൊ ലോഗ് വൈയുടെ ഡെറിവേറ്റീവാ. ലോഗിന്റെ ടൈം ഉണ്ട്, വൈയുടെ ടൈം ഉണ്ട്, തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ലോഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും? 1 ബൈ വൈ തന്നെ വരും ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ്. ഇത്ര വേണം എഴുതി നിർത്താനായിട്ട്. നമുക്ക് ഇത്തിരി കൂടി ഭംഗിക്ക് എഴുതാം. ഇവിടെ എന്ത് വരും? ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈ ബൈ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ഇപ്പഴത്തെ എന്തായിരിക്കും? 1 ഇൻറ്റു ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ പ്ലസ് ഇവിടെ എക്സ് ഉണ്ട്. ആ എക്സിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് എടുത്താൽ എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇനി എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സിന്റെ ടൈം ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണേ. അപ്പൊ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. രണ്ട് സൈഡ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഡി വൈ ബൈ ഡി എക്സിനെ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ഇപ്പുറത്തെ എന്തായിരിക്കും? ഇവിടെ ഓൾറെഡി ലോഗ് വൈ ഉണ്ട്. ഇവിടത്തെ ഈ വൈ എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് വൈ ബൈ എക്സ് ആവും. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ എഴുതാലോ. ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഫ്രണ്ടിൽ കിടക്കുന്നവരെ പിടിച്ച് താഴത്തേക്ക് ഇടാം. അപ്പൊ എന്തായിരിക്കും വരാ? ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ. ചെറുതാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ചെറുതാക്കുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുത്തിട്ട് ചെറുതാക്കി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. പക്ഷെ ഇതാണ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്തായാലും നമ്മൾ ചെയ്തേ? നമ്മൾ നേരെ ആണ് ചെയ്തേ അല്ല. പകരം റേസ് ടു പവർ വൈ ആണെങ്കിൽ അവൻ എടുത്ത് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇടാം. ആ ഒരു സൈഡിലേക്ക് വേണം ഡി വൈ ബൈ ഡി എക്സിനെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചേക്കുക. സോ നെക്സ്റ്റ് ആണ് എന്ന് പറയാ പാരാമെട്രിക് ഫോം എന്ന് പറയാം. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്നറിയോ? എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇത് ഒരു ടേബിൾ തരും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ടിയുടെ ഫോമിൽ തരാം, തീറ്റയുടെ ഫോമിൽ തരാം. അങ്ങനെ എക്സിന്റെ പറഞ്ഞിട്ട് ഒരെണ്ണം തരും. ദെൻ അത് കഴിഞ്ഞിട്ട് വൈ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വേറൊരെണ്ണം തരും. ഇവിടെ ടിയുടെ ഫോമിലാണെങ്കിൽ ഇവനും എന്തിൽ തന്നെ ആയിരിക്കും തരാം? ടിയുടെ ഫോമിലായിരിക്കും. തീറ്റ ആണെങ്കിൽ അവനും എന്തായിരിക്കും? തീറ്റയുടെ ഫോമിൽ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അപ്പൊ നമുക്ക് എന്താണോ ഇത്ര റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തിന്റെ ടേബിളാണോ തന്നെ അതിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് നമ്മൾ ചെയ്യാം. ക്ലിയർ? അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പൊ ടിയുടെ ഫോമിലാണ് തന്നെയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ? ഡി ബൈ ഡി ടി നമുക്ക് കിട്ടും. അടുത്തത് വൈനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി ടി ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ? ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആരെ ഡിവൈഡ് ചെയ്യാ? ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? dy/dx കിട്ടും. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമുക്ക് അറിയാം പാരാമെട്രിക് ഫോമിലാണ്. dy/dx കണ്ടുപിടിക്കണം. x എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്, y എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്. രണ്ടു പേരും ആരിൽ തന്നേക്കണേ? ടിയുടെ ഫോമിലാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എക്സിനെ ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് എന്തിന്റെ ഫംഗ്ഷൻ അല്ല? ടിയുടെ ഇതിലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? d/dt ഓഫ് എക്സ് അതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുക. ഇവിടെ 2a എന്ന് പറയുന്നത് 2at² അല്ല x എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യാട്ടോ. 2a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അവൻ അതേപോലെ പിടിച്ച് ഫ്രണ്ടിലിടാം. ഇനി മക്കൾ പറയും t² എന്ത് വരും? x² വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? 2x അല്ലേ. അപ്പൊ t² വിത്ത് റെസ്പെക്ട് ടു t എന്തായിരിക്കും? 2t. ഇതിലൂടെ ഭംഗിക്ക് എഴുതാലോ. 2 × 2 എന്ത് വരും? 4 ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 480. ഇതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? dx/dt കിട്ടുക. ഇനി അടുത്ത ടൈം y ആണ്. y-നെ നമ്മൾ എന്തിനു വിത്ത് റെസ്പെക്ട് ചെയ്യണം? അവനും ടിയുടെ ഫോമില. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? dy/dt. അവിടെ a കോൺസ്റ്റന്റ് ആണെങ്കിൽ അവൻ അവിടെ കിടന്നോട്ടെ ഇൻറ്റു t⁴. x⁴ എന്തായിരിക്കും? 4x⁴. നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ t⁴ എന്ത് തന്നെയായിരിക്കും? 4t⁴. ഇത്രയുള്ള പരിപാടി. കാരണം ഇവിടെ വേറെ എന്തെങ്കിലും വരുമോ? വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയാണ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിലൂടെ ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ 4a⁡. ഇതല്ലേ വരാം. പിന്നെ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് dy/dx കാണണം. അപ്പൊ നമ്മൾ ആരാദ്യം ചെയ്യാ? ഡിയുടെ ടൈം ഉള്ള ടൈമിന് ആദ്യം എഴുതാം. dy/dt/dx/dt. എന്താണ് dy/dt എന്ന് പറഞ്ഞാല്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. 4atq ഡിവൈഡഡ് ബൈ ഇവിടെ എന്തായിരിക്കും? നമുക്കറിയാം dx/dt എന്ന് പറഞ്ഞാൽ 480. അപ്പൊ 480. മക്കൾ തന്നെ പറയും ഇതിൽ ആരെങ്കിലും കട്ട് ചെയ്ത് പോവോ? ആരൊക്കെ കട്ട് ചെയ്യും? 4ഉം എയും കട്ടായില്ലേ? t³ അപ്പൊ ടിയും ഒരെണ്ണം കട്ടായി, ഇതിൽ ഒരെണ്ണം കട്ടായിട്ട് ബാക്കി അവിടെ ആര് വരും? t² വരും. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആട്ടാ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇവിടെ തീറ്റയുടെ ഫോർമുല തരാം. അപ്പൊ നമ്മൾ എന്തിനു വിത്ത് റെസ്പെക്ട് ചെയ്യണം? തീറ്റക്ക് വിത്ത് റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടൂടാ? dx/dθ. എന്തായിരിക്കും? ഇവിടെ a കോൺസ്റ്റന്റ് അവനവിടെ കിടന്നോട്ടെ. കോസ് തീറ്റയുടെ എന്തായിരിക്കും വരാ? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് -sin⁡. അപ്പൊ നമുക്ക് ഇതിലൂടെ ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ -a sin⁡. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ? ഒന്നുമില്ല. ദെൻ അടുത്തത് y-നെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നു. സോ dy/dθ. ഇവിടെ b കോൺസ്റ്റന്റ് അവനവിടെ കിടന്നോട്ടെ. കോസ് തീറ്റയുടെ എന്ത് വരും? -sin⁡. ഇത്രേ ഉള്ളൂ. ഇതിലൂടെ ഭംഗി കഴിഞ്ഞാൽ -b sin⁡. കിട്ടിയില്ലേ? ഇനി ലാസ്റ്റ് വൺ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? dy/dθ/dx/dθ. എന്തായിരിക്കും ആൻസർ വരാ? -b sin⁡ ബൈ -a sin⁡. ആരൊക്കെ ക്യാൻസൽ ആയി പോകും മക്കളെ? രണ്ടിലും മൈനസ് ഉണ്ട്, മൈനസ് കട്ടായി പോയി. ദെൻ രണ്ടിലും sin⁡ ഉണ്ട്, sin⁡ കട്ടായി. ബാക്കി അവിടെ ആരുണ്ട്? b/a. ഇത്രയുള്ള പരിപാടി. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? പാരാമെട്രിക് ഫോർമുല. ആ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാന്ന് വെച്ചാല് നേരത്തെ ചെയ്ത അതേ മോഡല് ഇവിടെ തീറ്റയുടെ ഫംഗ്ഷനിലാണ് തന്നേക്കണം. തീറ്റയുടെ ഫംഗ്ഷനിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? dx/dθ ചെയ്യാം. dx/dθ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ a കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അല്ലേ? മൾട്ടിപ്പിൾ a അതുപോലെ എഴുതാം. തീറ്റയുടെ എന്ത് വരും? ഡെറിവേറ്റീവ് എന്ത് വരും? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ 1 ആണെങ്കിൽ തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. സോ 1 അതുപോലെ തന്നെ മൈനസ് sin⁡ എന്തായിരിക്കും വരാ? cos θ. എന്തായിരിക്കും sin⁡ വരാ? cos θ. ഒറ്റയടിക്ക് നമ്മുടെ പരിപാടി തീർന്നില്ലേ? അടുത്തതും അതുപോലെ തന്നെ എഴുതാ. dy/dθ എന്തായിരിക്കും വരാ? ഇവിടെയും a കോൺസ്റ്റന്റ് അങ്ങനെ കിടന്നോട്ടെ. 1ന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് 1ന്റെ ഡെറിവേറ്റീവ് 0. അടുത്തത് cos θയുടെ ഡെറിവേറ്റീവ് എന്താ? -sin⁡ ആണ്. സോ -sin⁡. കിട്ടിയില്ലേ? ഇതിലൂടെ ഭംഗിക്ക് എഴുതി കഴിഞ്ഞാൽ 0 -sin⁡ എന്ന് പറഞ്ഞാൽ -sin⁡. മൈനസിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. -a sin⁡. ഇനി നമുക്ക് ചെയ്യാലോ. എന്തായിരിക്കും നമ്മളുടെ dy/dx എന്ന് പറയുന്നത്? dy/dθ/dx/dθ. എന്താണ് dy/dθ നമുക്ക് കിട്ടിയത്? -a sin⁡ ഡിവൈഡഡ് ബൈ a × 1 - cos θ. ഇതല്ലേ വരാ?
ഇതല്ലേ വരാ. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. എങ്ങനെയാ നമുക്ക് ഇടാം? ഏതെങ്കിലും ക്യാൻസൽ ആയി പോകും മക്കളെ? ഏത് ക്യാൻസൽ ആയി പോവും? എയും എയും ക്യാൻസൽ ആവും. നമുക്ക് ഇനി കിട്ടിയത് മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ. നമ്മൾ ട്രിഗണോമെട്രി ഇൻവേഴ്സ് പഠിച്ചപ്പോഴാണെങ്കിലും +1 ട്രിഗണോമെട്രി പഠിച്ചപ്പോഴാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിട്ട് കൊടുക്കും എന്നറിയോ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇവരുടെ ഒപ്പം സൈൻ തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. നമ്മൾ ഇത് പഠിച്ചു വെക്കണം. ഇത് +1 +2 ഇൻവേഴ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇട്ട് കൊടുക്കാലോ. മൈനസ് അതുപോലെ തന്നെ സൈൻ തീറ്റ ഇവരുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കും? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ വന്ന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി ആരൊക്കെ ക്യാൻസൽ ആയി പോകും മക്കളെ? 2 2 ക്യാൻസൽ ആയി പോകൂലേ? ഇവിടെ ഒരു സൈൻ ഉണ്ട്, സ്ക്വയറിൽ ഒരെണ്ണം കട്ടായി പോയി. അപ്പൊ ബാക്കി അവിടെ ആരുണ്ട്? മുകളിൽ ഒരു മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ താഴത്തെ ആരുണ്ട്? സൈൻ തീറ്റ ബൈ 2. ഇനി മൈനസ് അതുപോലെ തന്നെ എന്താണ് മക്കളെ? കോസ് ബൈ സൈൻ. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാനാ. അപ്പൊ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ ആരാ? കോട്ടാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? കോട്ട് തീറ്റ ബൈ 2 മൈനസ് കോട്ട് തീറ്റ ബൈ 2. ഇമ്പോർട്ടന്റ് ആണ്. ഈസി അല്ലേ? ഈ ഒരു രീതി തന്നെ ചെയ്ത് പഠിക്കണം. ഇത് മറന്നു പോകരുത് കേട്ടോ. സൈൻ തീറ്റ 1 മൈനസ് കോസ് തീറ്റ 1 പ്ലസ് കോസ് തീറ്റ ഇവര് പരസ്പരം കണക്ട് ആയിട്ടാണ് വരണമെങ്കിൽ ഇത് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമ്മൾ ഇത് എങ്ങനെ കിട്ടാന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കോസ് 2 തീറ്റയുടെ ഫോർമുല ഇല്ലേ? എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അതിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റീവ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ടോപ്പിക് കൂടിയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഇതായിരിക്കും ഫസ്റ്റ് വൺ. ഒരു പ്രാവശ്യവും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്യാം, ദെൻ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരായി? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയി. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കൂടാ? y is equal എന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പൊ y is equal to x square plus 3x plus 2. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ എന്ത് വരും? dy by dx ആണ് നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ എക്സ് സ്ക്വയറിന്റെ എന്തായിരിക്കും വരാ? എക്സ് സ്ക്വയറിന്റെ വരാ 2x ആണ് അല്ലെ? പ്ലസ് 3x ഇപ്പൊ എന്താ? 3x ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് വരും? 3 ആണ്. പ്ലസ് 2 ചെയ്യണോ? 2ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 അല്ലെ? ഇത് നമുക്ക് ഒറ്റയടിക്ക് എന്ത് കിട്ടി? 2x plus 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ എന്ത് വരും? d square y by dx square that is equal to 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ആണ്. പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് ആ 0. അപ്പൊ ആൻസർ എന്താണ്? 2 plus 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത്രയുള്ള പരിപാടി. അപ്പൊ സിമ്പിൾ അല്ലേ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതും കൂടി ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് അങ്ങ് നിർത്താം. എങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം? ഇവിടെ y നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് d square y by dx square plus y equal to 0. അപ്പൊ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? d square y by dx square കണ്ടുപിടിക്കാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആവും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ d square y by dx square കിട്ടണമെങ്കിൽ ആദ്യം ആരെ ചെയ്യണം? dy by dx നെ ചെയ്യണം. സോ ആദ്യം നമ്മൾ ആരെ ചെയ്യും? dy by dx നെ ചെയ്യാട്ടോ. അപ്പൊ 5 cos x. അപ്പൊ 5 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആ. അപ്പൊ 5 അതുപോലെ തന്നെ ഇടാം. cos x ന്റെ എന്താ? മൈനസ് സൈൻ എക്സ് ആ. അപ്പൊ മൈനസ് സൈൻ എക്സ് അതുപോലെ തന്നെ വരും. ഇനി അടുത്തത് -3 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു സൈൻ എക്സിന്റെ എന്തായിരിക്കും ഡെറിവേറ്റീവ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് വരും? -5 സൈൻ എക്സ് -3 കോസ് എക്സ്. ഇതാണ് നമുക്ക് dy by dx കിട്ടിയത്. ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. അതല്ലേ d square y by dx സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ -5 കോൺസ്റ്റന്റ് ആ. ആ -5 അവിടെ കിടന്നോട്ടെ. ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് അവിടെ കിടന്നോട്ടെ. അടുത്തത് -3 കോൺസ്റ്റന്റ് ആ. ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യണം. കോസ് എക്സിന്റെ എന്താ? മൈനസ് സൈൻ എക്സ് ആ. എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ആണ്. സോ -5 കോസ് എക്സ്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും മക്കളെ? പ്ലസ് ആവും. അപ്പൊ +3 സൈൻ എക്സ് ആ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? d square y by dx square plus y. അത് നമുക്ക് 0 കിട്ടണ്ടോന്നാ ചെക്ക് ചെയ്യാനുള്ളത്.
ഇപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്താ നമുക്ക് ചെയ്യാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ആരാ, -5 cos x പ്ലസ് 3 sin x ആണ്, പ്ലസ് വൈയും കൂടി വരും. വൈ ആരാണ് മക്കളെ, വൈ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാ 5 cos x മൈനസ് 3 sin x. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതിയടാ, -5 cos x ഉം +5 cos x ക്യാൻസൽ ആയി പോയി, +3 sin x ഉം -3 sin x ക്യാൻസൽ ആയി പോയി, എല്ലാവരും പോയി കഴിഞ്ഞാൽ ബാക്കി ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത്രയുള്ളൂ പരിപാടി. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ നമ്മൾ പഠിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക, ഇനി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഈക്വൽ ആക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഏതൊക്കെയായിരുന്നു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് ആരായിരുന്നു, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ അതായിരുന്നു പാരാമെട്രിക് ഫോം ഉണ്ടായിരുന്നു. പാരാമെട്രിക് ഫോമും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, ലാസ്റ്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇത്രയും കാര്യങ്ങൾ വേണം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പഠിക്കൂലേ, സെറ്റ് അല്ലേ? നല്ല അടിപൊളിയായിട്ട് മക്കൾ എക്സാം എഴുതാടാ. ഓൾ ദ ബെസ്റ്റ്.